തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധി ആയതാണ്. ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ? ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ്. മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിലുണ്ടോ? നിങ്ങളുടെ ഭാഷയിൽ അത് സമാധി ആയിക്കോട്ടെ, എന്താണെങ്കിലും ആയിക്കോട്ടെ, ആ വ്യക്തി ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത്രയും വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ്? അതാണ് ചോദ്യം. അവിടെ ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇന്നലെ ഏഷ്യാനെറ്റിൽ നിന്നും 24 നിന്നും നൈറ്റ് ലൈവ് ഉണ്ടായിരുന്നു. അതിൽ ഇപ്പൊ ആള് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്ന് മാത്രം ടൂളുണ്ട്, സ്കാനറില്ലേ, അതിൽ വെച്ച് ചെക്ക് ചെയ്തോടെ ആൾ അതിനകത്ത് ഉണ്ടാന്ന്. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം, അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റില്ലേ? ബോഡി ഉണ്ടോ എന്ന് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. കോടതി വിധി അംഗീകരിക്കുന്നുണ്ടോ? എനിക്കത് ഫുള്ളായിട്ട് ഇപ്പോൾ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. ഇല്ല, അവരന്വേഷിക്കട്ടെ അന്വേഷണത്തിന് അവരന്വേഷിക്കട്ടെ. സമാധി പൊളിച്ച് പരിശോധിക്കാൻ അനുവദിക്കില്ല. സമാധി അത് തുറന്ന് പരിശോധിക്കണമെന്നാണല്ലോ ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് എത്രയോ വർഷക്കുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ആ പൂജാരിക്ക് ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എൻ്റെ ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ്റെ മക്കളായ 2 മക്കളും പറയുന്നുണ്ട്, അമ്മയും പറയുന്നുണ്ട്. ചേട്ടാ, ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛൻ്റെ വാക്കുകൾ മക്കളത് തീർപ്പാക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. അച്ഛന്റെ ആഗ്രഹം മകൾ നിറവേറ്റി പൂർത്തീകരിച്ചു എന്നാണ് ഇന്നലെ പറഞ്ഞത്. അതിലാണ് അവിടെയാണ് ചോദിച്ചില്ല. ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സമാധി ആവണ ദിവസം നിങ്ങൾ തന്നെയാണ് എൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ 2 പേര് മാത്രം മതി. എൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാനിവിടെ ഇല്ല. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിവേ, കോടതിയുടെ ഡിസിഷൻ ലാ ആൻഡ് ഓർഡറിൽ വരുന്നതാണ്. അപ്പോൾ അവർക്ക് ആ ഒരു തീരുമാനവുമായിട്ട് പോലീസിന് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ അതിനോട് എന്ത് പറയുന്നു പ്രതികരണം? എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളിൻ്റെ പേരിന് കേസ് നടപടി എടുക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതായത് നാട്ടുകാർ വിളിച്ച് സ്റ്റേഷനിൽ കുറേ പേര് കംപ്ലയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ആ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പർ, ആ ഡേറ്റിൻ്റെ ടൈം, ഇതെടുക്കണം. അപ്പോൾ ഇതാരാണ് കംപ്ലയിൻറ്റ് ചെയ്തതെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് പോലീസും പറയുന്നുണ്ട് നാട്ടുകാരാണ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ച ആളിൻ്റെ ഫോൺ നമ്പർ ഇതാരാണ് എന്ന് ഫുള്ള് സെർച്ച് ചെയ്യട്ടെ. അല്ല, അതിൻ്റെ ആവശ്യകത എന്താണ്? അതിൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു ആചാര്യം അനുസരിച്ച് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം എൻ്റെ അച്ഛൻ്റെ സമാധി കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കി. അപ്പോൾ ഇതാർക്കാണ് ഇത്ര ഈ ക്ഷേത്രത്തോട് എന്താ പറയുക ഈ ക്ഷേത്രത്തെ വ്രണപ്പെടുത്താനായിട്ട് ഇത് ആർക്കാണ് ആഗ്രഹം? ഈ മരണം അറിയാത്ത നിങ്ങളുടെ അയൽവാസിയല്ലേ ഇത് കൊടുത്തത്? ഈ സംഭവം അറിയാത്ത നിങ്ങളുടെ തൊട്ട് മേലുള്ള അയൽവാസി വിശ്വംഭരനാണല്ലോ ഈ പരാതി കൊടുത്തത്. അതെ വിശ്വംഭരെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വംഭരെ ഇപ്പോൾ ഞങ്ങളുടെ ശത്രു ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വഴി ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്.